ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്ന് സൂചിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയാക്കി പത്തനംതിട്ടയിൽ വിളിച്ച ജില്ലാ നേതൃയോഗത്തിലാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ N വാസു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം. സ്വർണ്ണക്കൊള്ള ആയുധമാക്കി UDFും NDAയും പ്രചാരണം കൊഴിപ്പിക്കുന്ന സ്ഥിതി. അറസ്റ്റ് കണക്കിലെടുത്ത് അച്ചടക്ക നടപടിയിലേക്ക് കടന്നാൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് CPM തുറന്ന് സമ്മതിക്കുന്നത് പോലെയാകും. അതിനാൽ കുറ്റപത്രം നോക്കി നിലപാടെടുക്കാമെന്നതാണ് ധാരണ. പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന തോന്നൽ എവിടെയും പ്രകടമാവുകയുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതും സംഘാംഗങ്ങളെ തീരുമാനിച്ചതും ഹൈക്കോടതിയാണ്. എന്നാൽ SIT സ്വീകരിച്ച നടപടികളെല്ലാം സർക്കാർ തീരുമാനപ്രകാരമായിരുന്നു എന്നതാകും തിരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടി വിശദീകരിക്കുക. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് യോഗത്തിനെത്തിയതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. അതേസമയം കേസിൽ പിടിയിലായ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-നും N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ അടുത്ത മാസം 3-നും കോടതി വിധി പറയും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ നാളെ കോടതി വാദം കേൾക്കും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം, പത്തനംതിട്ട.